സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മളെ കൃത്യം 10 മണിക്ക് എണീച്ചു. അപ്പോൾ തന്നെ അമ്മ വിളിച്ചു. അവൻ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവനെ പിക്ക് ചെയ്യാൻ അവനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയെന്ന്. നമ്മൾ പിന്നെ ഗിഫ്റ്റ് ഉത്ഭവസ്ഥാനം ഒന്നും ചോദിക്കാൻ നിന്നില്ല. ബിക്കോസ് അതിനകത്ത് മുട്ടായപ്പത്ത് നമുക്കുള്ളതാണ്. അത് നമുക്കറിയാം. നമ്മളങ്ങനെ ആ ഗിഫ്റ്റുമായിട്ട് നേരെ മൂസിന്റെ അങ്ങോട്ട് പോയി. നമ്മളത്ര കടുംബഴത്തക്കാരൊന്നുമല്ല. തിന്നാൻ പറ്റുന്നില്ല നമുക്ക്, എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും എടുത്തോളം നമ്മളും കുറഞ്ഞു. അങ്ങനെ കൈ കിട്ടിയെല്ലാം കുത്തിക്കയറ്റി. ഇനി നമുക്ക് കല്യാണം അങ്ങോട്ട്. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഉടുപ്പ് വലിച്ചു കയറ്റിക്കൊണ്ട് നമ്മൾ കല്യാണത്തിന് പോയി. ചെന്നിരുന്നപ്പോൾ എന്താ ആ ടേബിളിൽ നമ്മൾ 3 പേര് മാത്രം. പിന്നെ നോക്കില്ല, അവളെ ചിക്കൻ ഫ്രൈ എല്ലാം നമ്മളങ്ങ് തൂക്കി. നമ്മൾ പണ്ടേ സെൽഫിഷ് ആണേ. അങ്ങനെ വയറൊക്കെ നിറഞ്ഞിരുന്നപ്പോഴാണ് അമ്മാന്റെ ആഗ്രഹം. അവൻ മുമ്പ് പഠിച്ച സ്കൂളിൽ അവനൊന്ന് പോകണം. അതായത് മൂസിനൊക്കെ ഇപ്പൊ പഠിക്കുന്ന, എന്നാൽ അമ്മ പഠിച്ചിറങ്ങിയ സ്കൂളിൽ. അങ്ങനെ സ്കൂളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത് ഹോസ്പിറ്റലിലോട്ട് പോയി. വേറെ ഒന്നുമല്ല, അമ്മന് നല്ല തോള് വേനയുണ്ട്. സോ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോ എന്താ ഡോക്ടർ പോയി. അതല്ലേലും അങ്ങനെയാണ്, അമ്മാനായിട്ട് എവിടെയെങ്കിലും പോയാലൊന്നും പറയണ്ടല്ലോ, പോക്കാണത്, കിട്ടത്തില്ല. സോ അമ്മാൻ പിന്നെ ഒട്ടും അമാനിച്ച് നിന്നില്ല, നേരെ പള്ളിയിലോട്ട് പോയി. അമാന് പിന്നെ പണ്ട് സിവിക് സെൻസ് പോയിട്ട് മസ്ജിദ് സെൻസ് പോലും ഇല്ല. സോ അവിടെയും സ്നാപ്ചാറ്റ്. ദെൻ നിസ്കരിച്ച് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. നമുക്ക് പിന്നെ കരുനാപ്പിള വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ വെച്ച് നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. നമ്മൾ പിന്നെ 2 നാരങ്ങാലം കുടിച്ചു. എങ്ങനെ അവന്മാരെ ഓസിട്ട്, അതാണല്ലോ ശീലം. ദെൻ നമ്മൾ ഫുട്ബോൾ കളിക്കാനായിട്ട് പള്ളിയും ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ എന്താ, മീശ ഉള്ളതിൽ മീശ ഇല്ലാത്ത മൂസിനെ കളിയാക്കുന്ന അതിദാരുണമായ അവസ്ഥ. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഇത് ഫായ്സ് ഗ്രൗണ്ടിലെ മെയിൻ ആണെന്ന് എടുത്തു പറയാൻ വേണ്ടി പറഞ്ഞു. ഐഡിയ വേണ്ടവർ ഫായ്സ് കമന്റ് ചെയ്താൽ DM അയച്ചു തരാം. സോ ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ദെൻ ആസ് യൂഷ്വൽ മെയിൻ പരിപാടി, ഒരു ആനുവൽ ഡേ ഉണ്ട്, അതിന് പോകണം. പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊള്ളാം, ഓക്കെയാണ്. പക്ഷേ ഒരു സ്കിറ്റ് വന്നളിയ, അതാണ് മെയിൻ. അതൊരു രക്ഷയില്ലായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.